ഇവിടെയുള്ള സാധാരണക്കാരായ കൂലിത്തൊഴിലാളികളായ ഇവിടെയുള്ള പാവങ്ങൾക്ക്, ആദിവാസി വിഭാഗത്തിലടക്കം വരുന്ന വളരെ പാവപ്പെട്ട ആളുകൾക്ക് നാളെ അവരുടെ ജീവന സംരക്ഷണം, ആ ജീവന സംരക്ഷണം അത് തീരുമാനമാവാതെ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോവില്ല. ഇവിടെ നിന്നുള്ള CCFO, DFO അടക്കമുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ ഈ ഗേറ്റ് കടത്തി പുറത്തേക്ക് ഇത് തീരുമാനം എടുക്കേണ്ട അധികാരം ആർക്കാന്ന് നിങ്ങൾ വിളിച്ച് പോയാൽ മതി. സഹോദരിയെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് മാത്രമേ ഇവരോടൊക്കെ പറയാനുള്ളൂ. കാരണം ഒരു അക്രമകാരിയായ കടുവ, നരഭോജിയായ കടുവേനെ നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന് വേറൊരു ഇത്രയും ഇതൊരു മനുഷ്യന്മാർ തന്നെയല്ലേ അവർ താമസിക്കുന്നവർക്ക് കൊണ്ടുവിടുക എന്ന് പറയുന്നത്. അതേ കൊലപാതകത്തിന് തന്നെയാണ് ചെയ്യേണ്ടത്. ഇവര് കൊലപാതകളാണ്. സത്യം പറഞ്ഞാൽ 200 മണിക്കൂറായി കബളിപ്പിച്ച് കണ്ണിൽ പൊടിയിട്ട് നടന്നിട്ട് ജനങ്ങളെ കബളിപ്പിച്ച DFOന്റെ പേരില് കൊലക്കുറ്റത്തിനാണ് കേസെടുക്കുന്നത്. എന്താ വെച്ചാൽ ജനങ്ങളെ വിഡ്ഢികളാക്കാണ്. ഇന്നലെ പറഞ്ഞു കടുവേനെ വെടിവെച്ച് കൊല്ലുന്നു. ഇന്നെന്താ പറയുന്നത്? ഇന്ന് അതിന് പറ്റൂല, അനുമതി വേണം, ഉത്തരവ് വേണം. എന്ത് ഉത്തരവ്? എവിടുന്നാണ് ഉത്തരവ്? ഉത്തരവൊന്നും വേണ്ട. എല്ലാവരും കൂടെ വെടിവെച്ചാൽ കൊന്നോളാം. എന്നാ പ്രശ്നമില്ല. ഇവിടെ പ്രശ്നം ഇതിന് തീരുമാനം വേണം. കാരണം ഇന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം ഇതിന്റെ വട്ടത്തിലാണുള്ളത്. ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്ത് പിടിക്കാൻ നല്ല സാഹചര്യമുണ്ട്. കടുവയെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനമുണ്ടെന്ന് പ്രഖ്യാപിച്ച ആളുകൾ ഇപ്പൊ കടുവയെ സംരക്ഷിക്കാൻ നടക്കുകയാണ്. കടുവയെ പിടിച്ച് കൊല്ലണം. ഞങ്ങൾ പറയാനുള്ള കാരണം ഈ ഒരു മനുഷ്യനെ തിന്നു കഴിഞ്ഞാൽ ഇത് അധികം ദൂരെ പോകില്ല. ഇതിന്റെ വട്ടത്തിൽ ലൊക്കേറ്റ് ചെയ്ത് പിടിച്ച് കൊല്ലാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. ജനങ്ങൾ ആവശ്യപ്പെടുന്ന അതേ ഉള്ളൂ. ആ കടുവയെ കൊല്ലണം. ഒരു മനുഷ്യനെ കൊന്ന് ഭക്ഷിച്ച ആ കടുവയെ കൊല്ലുന്നതിന് വേണ്ടി നടപടി സ്വീകരിക്കണം. വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെല്ലാം ഈ ബംഗ്ലാവിന്റെ വട്ടം നടന്നിട്ട് കാര്യമില്ല. ആ തേയിലത്തോട്ടത്തിൽ പോട്ടെ, ആ എസ്റ്റേറ്റിൽ പോട്ടെ, അവരവിടെ പോയി പരുതട്ടെ. പോക്കുമായിട്ട് പോകണം. മറ്റേ കമ്മ്യൂണിസ്റ്റ് വച്ചാൽ കമ്പുമായിട്ടല്ല പോകേണ്ടത്, പോക്കുമായി പോട്ടെ. അതിന് ഒരു 2 മണിക്കൂറിനുള്ളിൽ അതിന് വെടിവെച്ച് കൊല്ലാൻ സാധിക്കും. ഈ ജനങ്ങൾക്ക് എല്ലാം ബോധ്യമുണ്ട്. കാരണം അതുകൊണ്ടാണ് ജനങ്ങൾ നിൽക്കുന്നത്. അവരെ കൊല്ലാൻ സാധിക്കുമെന്ന് പൂർണ്ണമായ വിശ്വാസം നാട്ടുകാർക്കുണ്ട്. സ്ഥിരമായി പരാതി കൊടുത്തിട്ട് സ്ഥിരമായി തിരിഞ്ഞു നോക്കാത്ത ഈ ഫോറസ്റ്റ് അധികർ കണ്ടു തുറക്കണം. വനം വകുപ്പ് മന്ത്രിയുടെ വരണം. കലക്ടറും അധികാരികളും ജനകീയ മുന്നണി സിന്ദാബാദ്. സൂചന കണ്ട് മരിച്ചില്ലെങ്കിൽ കോലം മാറും.